ഇന്നിപ്പോൾ ക്ലബിന്റെ ഉദ്ഘാടനം ഉണ്ടായി എന്നത് എനിക്ക് കണ്ടറിയാൻ സാധിച്ചതിൽ എനിക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ഇങ്ങനെ ഒരു ഫാനിന്റെ ചെറുപ്പത്തിലെ പോലെ എല്ലാ ക്ലാസ്സിലും ഫാനൊക്കെ കുട്ടികളെ ഞാൻ വായിച്ചിട്ടില്ലാത്ത ഒരു പുസ്തകം എനിക്ക് സമ്മാനിക്കുന്ന വ്യക്തിയാണ് എന്റെ ഏറ്റവും നല്ല സുഹൃത്ത്. ഞാൻ വായിച്ചിട്ടില്ലാത്ത ഒരു പുസ്തകം എനിക്ക് വായന ആഘോഷിക്കുന്നത് നമ്മളുടെ വായനാശീലം ഇല്ലാതായി തുടങ്ങിയതോടുകൂടി നമ്മൾ ഉണ്ടാകണമെന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുന്നു. ഇനി എന്റെ കത്തിലെത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ സ്കൂളിലെ സംസ്കൃതം ടീച്ചർ American President Abraham Lincoln's life is a perfect example. As he was poor, Abraham Lincoln used to study and read under the street light. All the great leaders had a quality of speaking and writing well. Remember about Mahatma Gandhi, Nelson Mandela, Barack Obama. Their great speeches and writings are the result of their reading habits. Reading improves our knowledge and shapes our view. But reading is different from one person to another. It is very interesting to go through the reading habit of your friends, parents, grandparents, and your relatives. We should all to be a good reader. Thank you.
pages. I could read this for the ages. It's all changing on the pages. I could read this for the ages. Time flies by when you're reading a book. Take a look, you will know what I mean. Poems, comics, or magazines. Take a look, you will see what I mean. I'll be reading my way, 'cause it's World Book Day. Listen to what I say. I'll be reading my way, 'cause it's World Book Day. Listen to what I say. I'll be reading my way, 'cause it's World Book Day. Listen to what I say. I just വേനലവധിക്കച്ചെന്നൊരു നേരമേ
विन्द्यपूषा सिन्धुरशना हिमगिरि नौशर्मद रम्यगङ्गा सङ्गयमुना महानदी ഓർക്കുമ്പോൾ തന്നെ വായനയുടെ പ്രസക്തി എന്താണെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കുഞ്ഞു കവിതയുണ്ട്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. വായനയുടെ മൂല്യം മനസ്സിലാക്കുവാൻ ഈ കവിത നമ്മെ സഹായിക്കും. ഓരോ പുസ്തകവും അറിവിന്റെ അത്ഭുത ലോകമാണ്. ആ ലോകത്തേക്ക് എത്തിച്ചേരുവാനുള്ള വഴിയാണ് വായന. വായന നമ്മുടെ ചിന്തകളെയും അഭിരുചികളെയും സ്വപ്നങ്ങളെയും സ്വാധീനിക്കുന്നു. നമ്മുടെ ചിന്തകളെയും അറിവുകളെയും ധാർമ്മിക മൂല്യങ്ങളെയും വളർത്തുവാൻ വായനയെ हम चलेंगे